മഹിൽ മഹാസീനിന്ന് മഹിമഴയും സുൽത്താന് മലർമഴവില്ലായിട്ടൊരു കനിമോള് അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനിന്ന് മഹിമഴയും സുൽത്താന് മലർമഴവില്ലായിട്ടൊരു കനിമോള് അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി മേവുന്ന മധുമുഖിയാള് അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനിന്ന് മഹിമഴയും സുൽത്താന് മലർമഴവില്ലായിട്ടൊരു കനിമോള് അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. വാവ്, ശബ്ദമാധുര്യത്തിൻ്റെ മായാ ലോകം തീർത്ത് നിർമ്മല ചേച്ചി വളാഞ്ചേരി പൂക്കാട്ടിൽ നിന്നാണ് സ്ഥലത്താണുള്ളത്. നമ്മളെ ഈ കോളനിയുടെ പേരെന്താ? കോഴിക്കുന്ന് പറമ്പിൽ. കോഴിക്കുന്ന് പറമ്പിൽ. മലർക്കൊടി ഞാനെന്നും പുഴയരികെ പോയെന്ന് വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണി സുവർഗവും കണ്ട് നീല നദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരും നീ. മലർക്കൊടി ഞാനെന്നും പുഴയരികെ പോയെന്ന് വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണി സുവർഗവും കണ്ട്. ഏതായാലും നമ്മളൊരു ശാന്ത ചേച്ചിൻ്റെ വീഡിയോ എടുത്തിരുന്നു. പ്രേക്ഷകരായിട്ടുള്ള നല്ലവരായ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗുരുവായൂർ അമ്പലനടയിൽ അവിടെ സൈഡിലേക്കായിട്ട് തെരുവിൽ താമസിക്കുന്ന ശാന്ത ചേച്ചി വളരെയധികം പ്രേക്ഷകർ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിർമ്മലേച്ചി നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന് 4 മുഴം വീരാളി പട്ടു വേണം, തുളുനാടൻ തള വേണം, തുളുശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യിൽ മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന് കിരികിരിച്ചെരുപ്പിട്ട് കനകത്തിൻ കമ്മലിട്ട് അരയഞ്ഞ പീഡ പോലെ യാസീനോദി കഴിയുമ്പോൾ ജാറം മൂടി മടങ്ങുമ്പോൾ മോയിൻ കുട്ടി വൈദ്യരു കെട്ടിയ പാട്ട് പാടും. തിന്തത്താന തിന്തത്താന തിന്തത്തിന്തിന്നാനോ തന തന താന തിന്ത താന തിന്ത താനിന്നാനോ. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ? ഇല്ല, പഠിച്ചിട്ടില്ല. ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ല. ഞാന് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന അന്നൊക്കെ എൻ്റെ അച്ഛൻ പാടുന്ന ആളായിരുന്നു. എൻ്റെ അനിയന്മാർ പാടും, അതുപോലെ എൻ്റെ മോൻ പാടും. അങ്ങനെ
ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന അന്ന് പാടിയിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ പാട്ടൊക്കെ അവിടെ ഇട്ടു. പിന്നെ പാടിയിരുന്നില്ല. ഭർത്താവ് സമ്മതിക്കും. അപ്പൊ അങ്ങനെ പാട്ട് അവിടെ ഇട്ടു. പിന്നെ എൻ്റെ അനിയനും എൻ്റെ മോനാണ് എന്നെ പിന്നെ അന്ന് ടിക്ടോക്ക് പറഞ്ഞ അങ്ങനെ അതിൽ നിന്ന് എന്നെ പിന്നെ അമ്മ ഇനി ഇങ്ങനെ പാടാതിരിക്കണ്ട, പിന്നെ പാടണം അമ്മ. അവൻ പാടുന്ന ആളാണ്, ഗാനമേളയ്ക്കൊക്കെ പോണ ആളാണ്. അങ്ങനെ അവനാണ് എന്നെ പിന്നെ വീണ്ടും പാട്ടിലേക്ക് കൊടുന്നത്. നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീനൊത്ത സംഗീതം നിൻ കാൽക്കണ്ടോ, അതാണ് ണയുന്നു വൃന്ദാവന നികുഞ്ചങ്ങളില്ലാവനെ ചന്ദനം പോയി മാറിലണിയുന്നു നിന്റെ മന്ദസ്മിതത്തിൽ ഞാനും. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പാ രഹസ്യം. ആ പാട്ട് ചെറിയ ചെറിയ നോട്ടുകൾ അറിയാത്തോണ്ടാണ് ഇപ്പൊക്ക് പ്രശ്നം. രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, പറയൂ നിനക്കേറെ ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം കഷ്ടം. അത്ര മതിയോ? കാരണം എൻ്റെ ജീവിതത്തില് ഞാന് എനിക്ക് ഭക്തിഗാനത്തിന്റെ ജീവനാ. പക്ഷെ ഈ പാട്ട് ഞാൻ പാടിയിട്ടില്ല, ഇല്ല. നല്ല പാട്ടാണ്. അതേപോലെ ഗായകനല്ലോ ഞാൻ, ആ പാട്ടല്ല, വേറെ ഒരു പാട്ടുണ്ട് എനിക്ക് വേഗം. അതുപോലെ പിന്നെ ഭക്തിഗാനം തന്നെ ഇപ്പൊ അത് വേണം. ഈ രാധൻ പ്രേമത്തോടാണോന്നല്ലേ, അത് അറിയില്ലെങ്കിൽ ഓർമ്മപ്പൂവേ ഇന്നാരോ ഒഴിഞ്ഞോ പൊന്നോ ഓമൊട്ടോ വർണ്ണത്തെയോ നിൻ ഭാവം മോഹനമാക്കി മിന്നാരക്കൈയും നിൻ തൂവൽ ചിരിതറിൽ തൈമാസത്തെന്നിൽ പദമാടി തിരുമുടി ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥമൗനം കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞോ പൊന്നോ പോമൊട്ടോ വർണ്ണത്തെയോ നിൻ ഭാവം മോഹനമാക്കി. നിർമ്മല ചേച്ചി, ഞാൻ പേര് മറക്കാണ് കേട്ടോ. നിർമ്മല ചേച്ചി നമ്മളൊരു ചെറിയൊരു ചാനലില് ആരന്ന് വീഡിയോ ഇട്ടിനി? അത് നരനോ എന്താണ്? അല്ല, അവര് വീഡിയോ എടുത്തിട്ടില്ല. അവര് ഇങ്ങനെ വീഡിയോ ഇട്ട് വിട്ടാണ് അവര് വരാന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ കേച്ച് ചെയ്താണ്. പിന്നെ ഇവിടെ ഈ പൂക്കാട്ടിരി വളാഞ്ചേരി പൂക്കാട്ടിരി എന്ന സ്ഥലത്ത് ഈ കോളനിയിൽ താമസിക്കുന്നത് ഇനി ലോകം അറിയപ്പെടണം. കാരണം ഇത്രയും കാലം ഈ 50 വയസ്സ് വരെ ഈ സംഗീതം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞ് ഇപ്പോഴാണ് സംഗീതത്തിൻ്റെ വിസ്മയ ലോകം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ? ഇതുവരെ ഭർത്താവും ഇതിലൊക്കെ എതിർത്ത് നിന്ന് ഇപ്പോൾ മക്കളൊക്കെ ഒരു പ്രേരണ കൊടുത്ത് ഇൻസ്പിറേഷനായി ഇപ്പോൾ ഈ പാട്ടിൻ്റെ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പല വേദികളിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? കുറച്ചൊക്കെ പാടിയിട്ടുണ്ട്. ഇത് ഈ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും മറ്റൊരാളുടെ സാമ്യം പറഞ്ഞിനോ? ആരെ? ചിലവര് ജാനകിയമ്മ പറയും, ചിലവര് പല ആൾക്കാരും പല. നിങ്ങൾക്ക് ആരെ വോയിസ് ആണ് തോന്നുന്നത് വെച്ചെങ്കിൽ അത് പറയാം. പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് ആൾ, നമ്മളൊക്കെ പാട്ട് ആസ്വദിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുള്ളത് ഒരുപാട് കഴിവുകൾ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. പക്ഷെ പാട്ട് എന്നുള്ള കഴിവ് അത് നൈസർഗികമായിട്ട് ജന്മനാ കിട്ടുന്നൊരു സിദ്ധിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ള കഴിവുകളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പാട്ട് ആ ഒരു വാസന ഉണ്ടെങ്കിലേ ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ. ആ സൗണ്ട് കിട്ടണം, അല്ലെങ്കിൽ പാടാനുള്ള ഒരു എന്താ പറയുക അതിനുള്ളൊരു പിന്നെ എന്താ പറയുക ഒരു അഭിരുചി വേണം, ഒക്കെ ഉണ്ടെങ്കിലേ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു വലിയ കഴിവ് തന്നെയാണ്. ഈ ഒരു പ്രായത്തിലും ശബ്ദം പോവാതെ ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ, വേദികളൊക്കെ കിട്ടാൻ സാധിക്കട്ടെ എന്നുള്ളത് പ്രത്യാശിക്കുകയാണ്. ഓക്കെ, ഏതായാലും പ്രേക്ഷകർ നിങ്ങളെ നല്ലതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? ഒരുപാട് ആളുകൾ ചേച്ചിയുടെ പാട്ട് കേൾക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അത് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വന്നില്ലേ, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എൻ്റെ പാട്ട് കേട്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയണം.
അത്രേ ഉള്ളൂ. എനിക്കറിയാം, എൻ്റെ പാട്ടിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്കല്ലേ അറിയൂ. അതെ അതെ അതെ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളെ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു നമസ്കാരം പറയാണ്. എനിക്കൊരുപാട് സന്തോഷമായി. ഇപ്പോൾ ഈ വന്ന ഇയാളോട് എനിക്ക് തീർത്താ തരില്ല, അത്രയും സന്തോഷമുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹായ്.